അല്ലാഹു തആലയെ വിട്ടുകൊണ്ട് റബ്ബിലേക്ക് അവലംബമാകേണ്ട മനസ്സുമായി ആ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് നീ ആരിലേക്കൊക്കെ തിരിയുന്നുവോ, എവിടെയൊക്കെ നിന്റെ ആഗ്രഹങ്ങളും വേവലാദികളും ആവലാദികളുമായി നീ ആരിലേക്കൊക്കെ കൈ ഉയർത്തുന്നുവോ, ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നീ പോയി തേടുന്നുവോ, ഫഹുവ സനമുക, അതൊക്കെ നിന്റെ ഹൃദയത്തിൽ നാട്ടിയ വിഗ്രഹമാണ് മോനെ. ശൈഖ് ജീലാനി പറയാൻ, അല്ലാഹു തആലയെ വിട്ടുകൊണ്ട് നീ ആരിലേക്കൊക്കെ രക്ഷകളുമായി നീ സഹായം തേടുന്നുവോ, ആരെ നീ വിളിച്ചു തേടുന്നുവോ, അതൊക്കെ നിന്റെ ഹൃദയത്തിൽ നാട്ടിയ വിഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ അത് പച്ചയായ ശിർക്കാണ്. അതുകൊണ്ട് തന്നെ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു, ശേഷം പറയുന്നു, ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കുൽ ഖൽബ്, നിന്റെ ഹൃദയത്തിൽ അല്ലാഹു വെറുക്കപ്പെട്ട, ഏറ്റവും അല്ലാഹുവിന് കോപമുള്ള നരകം ശാശ്വതമാകുമെന്ന് ഖുർആൻ പറഞ്ഞ, സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് അല്ലാഹു പറഞ്ഞ ആ ശിർക്ക് നീ ഹൃദയത്തിൽ വെച്ചിട്ട് നാവ് കൊണ്ട് നീ അഫ്ളു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല മോനെ. ശൈഖ് ജീലാനി പറയാൻ, നമ്മൾ പറയല്ല ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ, നിന്റെ നാവ് കൊണ്ട് നീ അഫ്ളു ദിക്ർ ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. കാരണം നിന്റെ ഹൃദയത്തിൽ ശിർക്കാണ് നീ വെച്ചിട്ടുള്ളത്. എന്നാൽ പരിഹാരം പറഞ്ഞു തരുന്നു, കേട്ടോളൂ. 1000 വട്ടം ശൈഖ് ജീലാനിയെ വിളിക്കണമെന്ന് പറഞ്ഞ ഖുതുബിയ്യത്ത് നേർച്ചയാക്കി പോയവരെ, മുഹ്യിദ്ദീൻ മാലയിലൂടെ ശൈഖ് ജീലാനിയെ തെറ്റിദ്ധരിച്ച് വിളിച്ചു തേടിയവരെ, ആ കാലം നിങ്ങൾ മാറ്റിവെക്കണം, ആ ചിന്ത നിങ്ങൾ മാറ്റിവെക്കണം. കാരണം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നമ്മെ പഠിപ്പിച്ച വിശ്വാസത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. കേട്ടോളൂ, അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് ഇജ്അൽ ഖൽബക മസ്ജിദാ, നീ നിന്റെ ഹൃദയത്തെ ഒരു പള്ളി പോലെ ശുദ്ധിയാക്കിക്കോ, പള്ളി പോലെ നീ സ്ഫുടം ചെയ്തെടുത്തോ. എന്താ പള്ളിക്കുള്ള പ്രത്യേകത? എന്താ പള്ളിക്കുള്ള പ്രത്യേകത? കമാ ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 18-ാമത്തെ ആയത്ത് എടുത്തു കൊടുക്കുകയാണ്. എന്താ ആയത്ത്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിന്റെ ഭവനമാണ്, അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളിക്കുള്ളിൽ നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെയും വിളിച്ചു തേടല്ല. അല്ലാഹു തആലക്ക് പുറമെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു തേടാൻ പാടില്ല. അല്ലാഹുവിന് മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അതുപോലെ തന്നെ ഉള്ളതെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പള്ളിയുടെ പ്രത്യേകത എന്താണ്? അത് അല്ലാഹുവിനെ മാത്രം തേടാനുള്ളതാണ്. ഇതുപോലെ നിന്റെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണമെന്ന് ലോകത്തിന് നൽകിയ മഹാനായ ശൈഖ് ജീലാനിയെ തന്നെ സഹോദരങ്ങളെ ശൈഖ് എത്രയോ പള്ളികളില് ഖുതുബിയ്യത്തിലൂടെ വിളിച്ചു തേടുകയാണ്. വഉദ്ദനി മിൻ മുരീദീന ഹജികൽ അഖവം വമിൻ അബ്ദിക അബ്ദൽ താഇയൻ നദ്വം ബസ്റഫ് ഹാദി സിറാത്തൻ അൻത സാലികവോ വല്ലാഹു അതാകഹു ഫഅൻത മാലികവോ വനജ്ഹി മിൻ ലദാ ഫിഹാ മാ ഹാലികവോ സുൽത്താന കുല്ലി വലി മുഹയ്യദ്ദീൻ. എന്താ പറയുന്നത്? അങ്ങയുടെ ഖാദിരിയ ത്വരീഖത്തില് ഈ മുരീദായ എന്നെയും അംഗമാക്കണേ ശൈഖേ. വമിൻ അബ്ദിക അബ്ദൻ ത്വാഇൻ നദ്വം, അങ്ങയെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു അടിമയായി അടിമകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ മൊയ്തീൻ ശൈഖേ. മാത്രമല്ല ബസ്റഫ് ഹാദി സിറാത്തൻ അൻത സാലികവോ, അങ്ങ് സഞ്ചരിച്ച ശുദ്ധമായ മാർഗത്തിലൂടെ എന്നെയും വഴി നടത്തണേ മൊയ്തീൻ ശൈഖേ. ഒക്കെ നിങ്ങൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹ് നിന്നോട് ഞങ്ങള് സിറാത്തുൽ മുസ്തഖീമിനെ ചോദിക്കുകയാണ്. ആ മാർഗത്തിൽ ഞങ്ങൾ നീ വഴി നടത്തണേ. അല്ലാഹുവിനോട് ചോദിക്കേണ്ട ഹിദായത്ത് ശൈഖ് ജീലാനിയോട് ഖുതുബിയ്യത്തിലൂടെ ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് പറയുന്ന എന്താ ഞങ്ങള്? വല്ലാഹു അതാകഹു ഫഅൻത മാലികഹു, അങ്ങല്ലേ അതിന്റെ മാലിക്. കാരണം ഹിദായത്തിന്റെ അധികാരി അങ്ങല്ലേ. സഹോദരങ്ങളെ, ഹിദായത്തിലേക്ക് ഒരു മനുഷ്യനെ കടത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാ. അത് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കുവെക്കലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തകരുന്ന വിശ്വാസമാണ്. കാരണം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ പ്രബോധന സമയത്ത് ഏറെ സഹായിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുമ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ആഗ്രഹിച്ചു വന്ന് ഹിദായത്തിലാകാൻ. ആ സമയത്ത് അങ്ങ് ചെന്നിട്ട് പറഞ്ഞു, യാ അമ്മീ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പൊന്നാര പിതൃവ്യാ ഒന്ന് ലാ ഇലാഹ ചൊല്ലണേ. നബി ഏറെ ആഗ്രഹിച്ചു വന്ന് ഹിദായത്തിലാകാൻ. പക്ഷെ അയാൾ മുശ്രിക്കായി മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ കരഞ്ഞ കണ്ണുമായി സങ്കടപ്പെട്ട് വീടും നിന്ന് ഇറങ്ങുമ്പോ അല്ലാഹു തആല ആശ്വാസമായി ഇറക്കിയത് ആയത്താ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഓ പ്രവാചകരെ മുഹമ്മദ് നബിയേ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല നബിയേ. ഹിദായത്ത് നൽകുന്നവൻ അല്ലയാണ്. ആര് ഹിദായത്തിലാകണമെന്ന് അല്ലാഹുവിനറിയാം. എങ്കിൽ സഹോദരങ്ങളെ, ശൈഖ് ജീലാനിയോട് ഇവിടെ ചോദിക്കുന്നത് എന്താ? ബസ്റുഖു ഹാദി സിറാത്തൻ അൻത സാലികവോ വല്ലാഹു അതാകഹു ഫഅൻത മാലികവോ. സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ വഴി നടത്തണേ മൊയ്തീൻ ശൈഖേ. ഹിദായത്തിന്റെ അധികാരി അങ്ങല്ലേ, അല്ലാഹു അങ്ങേക്ക് അതിന്റെ ഉത്തരവാദിത്തം തന്നിട്ടില്ലേ എന്നാണ്. ശൈഖ് ജീലാനിക്ക് അത് സാധിക്കുമോ സഹോദരങ്ങളെ? അത് സാധിക്കുമെന്ന് അല്ലയോ റസൂലോ പറഞ്ഞിട്ടുണ്ടോ? ശൈഖ് ജീലാനി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലയോട് മാത്രമായി ചോദിക്കേണ്ട ദുആകള് അല്ലാഹുവിന്റെ പടപ്പുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണെന്ന് ഖുർആൻ സൂറത്ത് ഫാത്തിറിലൂടെ അതിന്റെ 13-14 ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്.